ഹലോ കൂട്ടുകാരെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ ആവശ്യമായ സാധനങ്ങളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ചിക്കൻ മസാലയെല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണ്. ചട്ടി ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്തൊന്ന് അല്പം മൂത്ത ശേഷം ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. സവോള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ സ്വല്പം ഉപ്പും കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കുറച്ച് മീഡിയം സൈസിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ട ശേഷം മാത്രമേ ഇതിലേക്ക് പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. അതിനു മുമ്പ് നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ചേർക്കാം. തക്കാളിയും കൂടി നന്നായി വഴണ്ട ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, മസാലപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് മസാലയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായി വഴണ്ട ശേഷം ഇതിലേക്ക് മസാല പുരട്ടി വച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തതിനാൽ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിയായ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ.